ഘടനാപരവും മൃദുലതരവും മനോഹരവുമായ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കേൾക്കാം. അതിലൊന്ന്, ക്രൈസ്തവർക്കെതിരായ കയ്യേറ്റങ്ങളെക്കുറിച്ച് സീറോ മലബാർ സഭ ദേഷ്യപ്പെട്ടില്ല, ക്ഷോഭിച്ചില്ല, പൊട്ടിത്തെറിച്ചില്ല, ആശങ്ക പങ്കുവച്ചു എന്ന് മാത്രമല്ല, അതിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് ആക്രമണങ്ങളുടെ ഇടവേള കുറഞ്ഞു വരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് 6 മാസം കൂടുമ്പോൾ അടിക്കുന്നത് ഇപ്പോൾ 3 മാസം കൂടുമ്പോൾ അടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ 1 മാസത്തിൽ ഒരിക്കലാവുന്നു, അത് പിന്നെ ഒരാഴ്ചയിൽ ഒരിക്കലാവുന്നു, പിന്നെ എല്ലാ ദിവസവും അടി കിട്ടുന്ന ഒരു യാത്രയിലേക്ക് പോകുന്നു. നോക്കൂ, എത്ര മനോഹരമായ പദമാണത്. ശരിക്കും പറഞ്ഞാൽ ഒരു കവിത തന്നെ ആ പദാനുപദ സംഘാടന മികവിന് നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ആക്രമണങ്ങളുടെ ഇടവേള കുറഞ്ഞു വരുന്നു. പക്ഷേ മറുവശത്തുനിന്ന് അങ്ങനെ ഒരു പിന്തുണയൊന്നും കിട്ടുന്നില്ല. ക്രിസ്തുമസിന് പള്ളി സന്ദർശിക്കുന്ന ഹിന്ദുക്കളായ ആളുകളോട് പറയുകയാണ്, അങ്ങനെങ്ങാണോ ആരെങ്കിലും സന്ദർശിച്ചാൽ ഒരു ബജ്റംഗി പറയുകയാണ്, നല്ല സുന്ദരമായ അടി കിട്ടും എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് വളരെ ആവേശത്തോടെ പ്രസംഗിച്ച കരിമ്പുംകാല സാറിൻ്റെ വാക്കുകളുടെ മാറ്റം അത് വളരെ രസകരമാണ് കേൾക്കാൻ, കാണാൻ. ദേ ഇതൊന്ന് കണ്ടു നോക്കൂ. ഇനി നിങ്ങൾ വാണണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തി കളയും. ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന് മറന്നുപോയി, കാലഘട്ടം മാറിയത് മറന്നുപോയുമെന്ന്. സാക്ഷാൽ നമ്മുടെ കരിമ്പുംകാലയുടെ കടുത്ത പദപ്രയോഗമാണ്. അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ മല കുലുങ്ങുന്ന, പിന്നെ കടലിലെ തിരമാലകൾ നിശ്ചലമാകുന്ന, ആകാശത്തിലെ പറവകൾ ഈ പ്രപഞ്ചത്തിലെ എവിടെയോ ഉത്ഭവിച്ച മഹാശബ്ദം കേട്ട്, ഹുങ്കാര ശബ്ദം കേട്ട് അത് പറന്നു പോകുന്നത് പോലെ പറന്നു പോകുന്ന കാഠിന്യമുള്ള വാക്കുകളാണ് സാക്ഷാൽ കരിമ്പുംകാല പറഞ്ഞത്. എന്നാൽ അതിൻ്റെ അടുത്ത ഭാഗം കുറച്ചുകൂടി വേദനിപ്പിക്കുന്ന ഒരു ശബ്ദമാണ്. നിങ്ങളെ തേടിയും അവർ വരുമെന്ന്, അത് സത്യമാണെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു. നിങ്ങളെ തേടിയും അവരെത്തും എന്ന് പറഞ്ഞത് സത്യമാണെന്ന് അടിവരയിട്ട് അവര് തന്നെ കാണിച്ചു തരുന്നുവെങ്കിൽ ആ കഷ്ടമെന്നേ പറയേണ്ടു. മുഴുവൻ അധ്വാനവും പാഴാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ മുഴുവൻ അധ്വാനവും പാഴാകുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഈ കരിമ്പുംകാല, നമ്മുടെ കാസ കെവിൻ പീറ്റർ, പിന്നെ അതുപോലെ തന്നെ ഷോൺ ജോർജ് ഒക്കെ അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ ഇത്രയും പാടുപെടുമ്പോൾ വീണ്ടും ഞങ്ങളെ എടുത്തിട്ട് അടിച്ച് ഇങ്ങനെ ആക്ഷേപിക്കാതെ എന്നുള്ളതാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ആ ഒരു സമൂഹ കാഴ്ച കാണാൻ ഞങ്ങളെ ഒന്ന് അനുവദിക്കൂ, നിങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ ഞങ്ങൾക്കൊരവസരം തരൂ. ഇങ്ങനെ ഞങ്ങളെ ദ്രോഹിച്ച് നിങ്ങളോടുള്ള ഞങ്ങളുടെ സ്നേഹം കുറയ്ക്കാതെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനാ കാവ്യമാവും ഉള്ളിലുയരുക. ഇനി അഥവാ അടിക്കണമെങ്കിലും ആരും അറിയാതെ അടിച്ചൂടെ പഹയന്മാരെ? ഞങ്ങളിങ്ങനെ കിടന്ന് ഇതിനു വേണ്ടി വെള്ളം കോരുമ്പോൾ നിങ്ങൾ ആ വെള്ളം കോരിക്കൊണ്ടുവരുന്ന പാത്രം പിടിച്ചു വാങ്ങിച്ച് വേറൊരുത്തൻ്റെ മൂക്കാമണ്ടയ്ക്കിട്ട് അടിച്ചാൽ ഞങ്ങൾ ഈ വെള്ളം കോരുന്നത് വൃഥാവിലാവില്ലേ എന്നാണ് സാക്ഷാൽ ഇദ്ദേഹം ചോദിച്ചത്. ഇത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മാത്രമല്ല, നിങ്ങളറിഞ്ഞോ, ഒരു ഇസ്രയേലി വാർത്ത കൂടിയുണ്ട്. അതുകൂടി ഒന്ന് കാണാം. എത്രയോ ക്രിസംഗികളാണ് അങ്ങ് ഫലസ്തീനിൽ പാവങ്ങളെ കൊല്ലുമ്പോൾ കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണ് എന്നുള്ള രീതിയിൽ സന്തോഷിക്കുന്നത്. എന്നിട്ട് ജൂതരോടൊപ്പം, സയനിസ്റ്റിനോടൊപ്പം, ജൂതര് പോട്ടെ, സയനിസ്റ്റിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. ഇന്നലെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ ചെന്നപ്പോൾ ഇസ്രയേലി പോലീസ് നടത്തിയ പണിയാണ് ദേ ഈ കാണുന്നത്.
ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഇസ്രയേലിൽ സംഘടിതമായി ശ്രമിച്ചപ്പോൾ ഹൈഫയിലോ മറ്റോ ആണ് എല്ലാവരെയും തൂത്തുവാരി സയനിസ്റ്റ് പോലീസ് അങ്ങ് കൊണ്ടുപോയി. ഇതാണ് അവിടുത്തെ അവസ്ഥ. UAEയിലൊക്കെയോ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി കൊടുത്ത് ഏറ്റവും സന്തോഷപൂർവ്വം ക്രിസ്തുമസ് ആഘോഷിക്കാനാണ് അവിടുത്തെ ഭരണകൂടം സൗകര്യം ഉണ്ടാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കരിമ്പുംകാലയ്ക്ക് കേരളത്തിലും രക്ഷയില്ല, ഇന്ത്യയിലും രക്ഷയില്ല. എന്നാൽ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചാൽ ഇസ്രയേലിലും രക്ഷയില്ലാത്ത സ്ഥിതിയാണ്. കഷ്ടം. എന്നാൽ 90% മുസ്ലിങ്ങളുള്ള അൾജീരിയയിൽ ഒരു ഹോട്ടലിലുണ്ടായിരുന്നു ക്രിസ്തുമസ് ആയാനത്തിൽ ഏറെ പ്രിയപ്പെട്ട അയൂബ് ഖാൻ. ആ ഹോട്ടലിലെ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളും പുൽക്കൂടുമൊക്കെ അദ്ദേഹം അവിടെ നിന്ന് അൾജീരിയയിൽ നിന്ന് എനിക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നത് കാണാം. ഓർക്കണം, 90%, 99% മുസ്ലിങ്ങളുള്ള രാജ്യത്ത് മറ്റുള്ളവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരുപാട് വിദ്വേഷികളുടെ കാലത്ത് എത്ര ശതമാനമുണ്ട് എന്നുള്ളതല്ല, എങ്ങനെയാണ് ഭരണകൂടം നീതിപൂർവമാകുന്നത് എന്നതിനനുസരിച്ചാണ് നീതി നിശ്ചയിക്കപ്പെടുന്നത്. ഏതായാലും അൾജീരിയയിലെ ഈ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി കണ്ടുകൊണ്ട് കരിമ്പുംകാലയ്ക്ക് ഉറങ്ങാം ശാന്തമായി.